ഞാൻ പൂരത്തിന്റെ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം, ഇതിന്റെ പിന്നിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം. ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അതിൽ ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതിയില്ലാതെ നടന്ന പൂരം, അന്നത്തെ പൂരത്തിന്റെ തെക്കോട്ടിറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ്, നന്നായി ചെയ്തു എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആർക്കും ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഈ പൂരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ലാതെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേളം നിർത്തിവെക്കാൻ പറയുക, ലൈറ്റ് ഓഫ് ചെയ്യുക, വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും BJP സ്ഥാനാർത്ഥി RSSന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിന്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന BJP സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. എന്ന് മാത്രമല്ല, പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും സർക്കാരാണെന്നും അതിന്റെ പിന്നിൽ LDF ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ LDFനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ BJPയും അവിടുത്തെ RSS ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടിറക്കത്തിനിടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും, അന്ന് ലാത്തി ചാർജ് നടന്നിട്ടുണ്ട് ഇവിടെ. ആ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ള നിരവധി ആളുണ്ടായിട്ട് പോലും പൂരത്തിന്റെ നടത്തിപ്പിൽ ഒരു ഭംഗവും വരുത്താതെ വിഘ്നം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശൂരിൽ ലോക്സഭ ഇലക്ഷന്റെ മധ്യത്തിൽ ഒരു പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിന്റെ പിന്നിൽ പോലീസ് മാത്രമല്ല, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം, അന്ന് ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു. ഒരു പോലീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം. കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം വിശ്വാസപരമായ വിഷയമുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ, ഈ ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഈ പൂരം അലങ്കോലമാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്, ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു, അതിന് അലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ്, അതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും. ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിന്റെ കലക്കിയതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ അത് പുറത്തു വരണമല്ലോ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും. അപ്പൊ ഇനിയും പൂരം വരാൻ പോവാണ്. തൃശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ആ തൃശൂർ പൂരം ഇലക്ഷന്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തവരാരായിരുന്നെങ്കിലും അത് പുറത്തു വന്നേ മതിയാവും. അത് എനിക്കതിനെ സംബന്ധിച്ച് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്, ഞാനിപ്പോ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ പറ്റില്ല. പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായിരുന്നു. പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യവിലോപം ഉണ്ടായിട്ടില്ല. രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ശരി, അവിടെ പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. അല്ല, ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല. എല്ലാ കൊല്ലം പൂരം നിങ്ങളിപ്പോൾ തൃശ്ശൂർ പത്രക്കാരെന്ന നിലയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പലപ്പോഴും കലക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ടും ഒക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം. പൂരം തടയാൻ പാടില്ല, പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത്?
ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആരാണ്? ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ്? ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ടാൻ തീരുമാനിച്ചത്? ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ? അതല്ല ഒരു വികാരപരമായി ഉണ്ടായ ഒരു കാര്യമാണോ? അതല്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ പൂരം വിവാദം എത്രത്തോളം നെഗറ്റീവായി? അല്ല, പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. കാരണം ആ രീതിയിലാണല്ലോ അപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിന്റെ പിന്നില്, പൂരം കലക്കിയതിന്റെ പിന്നില് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായല്ലോ. സത്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെന്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു? വി എസ് സുനിൽകുമാർ എന്ന പോലെ ഞാനിവിടുത്തെ MLA ആയിരുന്നു, മന്ത്രി ആയിരുന്ന സമയത്തും അതിനു മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നോ ഞാൻ? അല്ല, ഞാൻ എന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല, നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അന്നത്തെ പൂരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു. അതിന്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു. ആ പ്രചരണം പിന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അവരതിനു വേണ്ടി അതിന്റെ പിന്നിൽ ഞാൻ ചോദിക്കുന്നത് 2:45 മണി നേരത്ത് ഞാൻ അവിടെ വരുന്ന 3:45 നേരത്തെ എത്തുന്നത്. 2:45 3 നേരത്ത് പിന്നെ BJP സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു. RSS നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല, അന്ന് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അത് പുറത്തു വന്നാൽ മതിയാവും. RSS നേതാക്കളും ഈ പോലീസിലെ ഒരു വിഭാഗവും ചേർന്ന് കൂടാതെ അല്ല, അതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരാണ്. ഞാൻ എന്റെ നിഗമനം പറയാൻ ഇവിടെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പൊ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ അതിന്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അപ്പൊ സത്യസ്ഥിതി പുറത്തു വരട്ടെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോടിപ്പോ പറയുന്നൊരു കാര്യം. ഇപ്പോ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഏപ്രിൽ മാസം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം കഴിഞ്ഞു. ഇപ്പൊ സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണെന്ന് ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പൊ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം. ആ റിപ്പോർട്ട് ഞാൻ ആ വിഷയത്തിലൊന്നും സംസാരിക്കാൻ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം. അല്ല, ഞാൻ ഇപ്പോ ADGP അജിത് കുമാറായിട്ട് ഞാനും വ്യക്തിപരമായിട്ട് ഞാനിവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഇവിടുത്തെ IG ആയിരുന്ന ആളാണ്. വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റിയൊരു അഭിപ്രായം ഇപ്പോ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കമന്റ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിന് ഒരുപാട് രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം, 1 മാസം കൊണ്ട് പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ആ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാർ ജനങ്ങളെ അറിയിക്കണം. ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നാളെ പൂരം നടക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പുതിയതായി കൊണ്ടുവന്ന പൂരമൊന്നുമില്ല. ഇത് ശക്തൻ തമ്പുരാന്റെ കാലത്ത് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ഡിസൈനാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു കടുകുമണിക്ക് പോലും മാറ്റം വരുത്താതെ തന്നെ ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന്റെ പരിപൂർണ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പെസോ എന്ന് പറയുന്ന ഏജൻസിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ലാതെ പൂരത്തിന്റെ വെടിക്കെട്ടും ഒന്നും നടത്താൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ അവിടെ ഹൈഡ്രന്റ് വെച്ച് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞനുസരിച്ചാണ്. അപ്പൊ കേന്ദ്ര നിയമപ്രകാരം എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാരുകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏത് സർക്കാരാണെങ്കിലും ആ UDF സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട്, LDF സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശ്ശൂർക്കാരായ ഞങ്ങളാരും തന്നെ. എങ്ങനെ തടസ്സപ്പെട്ടു? ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? അതിന് പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും
ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോൾ കമന്റ് ചെയ്യും. രേഖാമൂലം ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകും. ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കും. ഇന്നത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് ഇവിടുത്തെ LDF-ന് സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഈ അന്വേഷണം വരട്ടെ. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് കേട്ടാലേ നമുക്ക് പുതിയ അന്വേഷണത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തുവിടണം. അല്ല, അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വ്യക്തമായ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ അന്ന് പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്തതിലുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും അന്ന് ചർച്ചകളുണ്ടായി. ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അതെനിക്കറിയില്ല ആരാണ് അന്വേഷണം നടത്താൻ പോയിട്ടുള്ളത്. എനിക്കറിയാം. എന്നിട്ട് പോലീസിന്റെ അന്വേഷണം അതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. സർക്കാർ നിയോഗിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ അന്ന് ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചതെന്നാണ് എന്റെ ധാരണ. അന്ന് കെ രാജനടക്കമുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് കമ്മീഷൻ മാറ്റാൻ തീരുമാനിച്ചു എന്നും ഈ പുതിയൊരു അന്വേഷണം നടത്താനും തീരുമാനിച്ചു എന്നാണ്. ആരൊക്കെയാണ് അങ്ങനെ അന്വേഷണത്തിലുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി ആരന്വേഷിച്ചാലും ശരി, ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഇത് ചേരയാണോ മൂർഖനാണെന്ന് പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു പറഞ്ഞല്ലോ. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്? അല്ല, ഞാൻ അന്വേഷണമല്ല ആവശ്യപ്പെടുന്നു. ഞാൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കും. പോലീസിലെ തന്നെ ഉന്നതർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരന്വേഷിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടിൽ അത് ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഈ പുതുതായിട്ട് വെച്ച കമ്മീഷൻ അല്ലല്ലോ, കമ്മിറ്റി അല്ലല്ലോ, നേരത്തെ വെച്ച കമ്മിറ്റിയാണല്ലോ. അപ്പോൾ നേരത്തെ വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ റിപ്പോർട്ടിനകത്ത് സത്യമാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ. ഇവിടുത്തെ ഒരു ഈ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ നടത്തിപ്പിലും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനകത്ത് സത്യമുണ്ടോ അസത്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കഴിയും. അപ്പോൾ അതിന് അഭിപ്രായം പറയാം. ചില ഹൈന്ദവ സംഘടന RSSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘടനകളും ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടോടെ പുറത്തുവിടേണ്ടതല്ലേ ഈ സാഹചര്യത്തിൽ? അല്ല, അത് അവർ നടത്തിയ റിപ്പോർട്ട് അവർ പുറത്തുവിടണോ അവർ തീരുമാനിച്ചോട്ടെ. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ശരി.